ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ മൺഡേ പാക്ക് ഒക്കെ കൺഫേംഡ് ആയിട്ടുണ്ട്. ഏകദേശം ഞാനത് ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്താ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം ലൈവ് ജസ്റ്റ് സ്റ്റോപ്പ് ആക്കി ചെറിയൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ലൈവ് ജസ്റ്റ് ഒന്ന് അതായത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ റൊമിനിങ്ങിനെ ഒന്ന് എടുക്കാൻ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കുറേ പേർക്ക് കിട്ടിയായിരുന്നു, മറ്റേ നമ്മുടെ ഗോളിനെ കിട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് ഇനി കുറച്ച് ദിവസം ഉണ്ട്, അതായത് നമ്മുടെ അനിമിയ റൊമിനി പാക്ക് ഏകദേശം 20 ദിവസം 18 ദിവസം കൊണ്ട് ബാക്കി ഇനിയും ഉണ്ട് 17 ദിവസം കൊണ്ട്. പക്ഷെ മറ്റേത് 3 ദിവസം, അതായത് വ്യാഴാഴ്ച ആകുമ്പത്തേന് ആ ഒരു പാക്ക് തീരും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ അനിമിയാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം സാധാരണ പോലെ ചെയ്യുന്ന പോലെ ഗൈസ്. ഓക്കെ, നമ്മുടെ ഇന്നലെ ഒരു ബ്രോ കമൻറ്റ് ചെയ്തായിരുന്നു ഗൈസ്, ഞാനിവിടെ ഇട്ടേക്കുന്ന നമ്മുടെ ജർമ്മനി മാനേജറാണ്, കാരണം ഇത് പ്രൊബോളിച്ച് കൂടാൻ വേണ്ടിയാണ്. പിന്നെ ബേസ് ടീം ജർമ്മനി. പിന്നെ ഗൈസ് ഇന്നലെ അവൻ ചോദിച്ചാൽ എങ്ങനെയാണ് 0 റേറ്റഡ് പ്ലേയേഴ്സിന് ആക്കുകയാണ് ബ്രോ, അത് ഞാൻ കാണിച്ചു തരാടാ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ചിട്ടാ. ഓക്കെ എന്നിട്ട് ഞാനിപ്പം നമ്മുടെ പാക്ക് എടുത്തതിന് ശേഷം അത് കാണിച്ചു തരാം, അതുപോലെ എങ്ങനെയാണ് പ്ലെയറിനെ റിലീസ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ പറയുക, ഞാൻ ഈ അനിമി പാക്കാണ് എടുക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കിയാൽ 442 കോയിൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മറ്റേ പ്രീമിയം പാക്ക് എടുത്തിട്ടാണ്. അതിനുശേഷം ഞാൻ മത്യൂസിന് എടുക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ് ഞാനിതാ നമ്മുടെ റുമിനിങ് പാക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. എനിക്ക് റുമിനിങ്ങിനെ കിട്ടണം എന്നാണ്. ഓക്കെ, കുറേ പേർക്ക് മത്യൂസിനെ കിട്ടിയായിരുന്നു കഴിഞ്ഞ നമ്മുടെ ഇന്നലത്തെ ട്രിക്കിൽ. ഓക്കെ, പിന്നെ ഞാൻ റൊമിനിങ്ങിനെ തന്നെയാണ് കുറച്ച് നേരം ട്രൈ ചെയ്യുന്നത്, കാരണം ഓൾറെഡി എന്താ പറയുക പ്രൊബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിക്ക് പല പ്രാവശ്യം പരീക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഒലിവർ ഗാൻ എടുക്കുന്നു. കുറേ പേർക്ക് ഒലിവർ ഗാൻ നേരത്തെ ഒരു നമ്മുടെ എപ്പിക് പാക്ക് വന്നില്ല, അതിൽ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും ഇത് ഗൈസ് 18-17 ദിവസം ഇനിയും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മത്യൂസിനെ എടുക്കുന്നു ഗൈസ്. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേഡിയൊക്കെ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ, അതുപോലെ എങ്ങനെയുണ്ടെന്ന്. കാരണം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന്. ഓക്കെ ഗൈസ്, അതിനുശേഷം ഞാൻ എഫക്റ്റ് ആൻഡ് കണ്ടീഷനും ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നു ഗൈസ്. പിന്നെ ഓൾറെഡി നമ്മുടെ മൈ ലീഗ് അതുപോലെ തന്നെ ഫ്രണ്ട്ലി മാച്ചിനൊക്കെ സംഭവം സെറ്റാണ്, ഡിവിഷൻ മാച്ചിനൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ട്രിക്ക് വീഡിയോൻ്റെ കൂടെ നമ്മുടെ ഡിവിഷൻ മാച്ച് ഇല്ലേ, അതും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യണം. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ, എല്ലാ ദിവസമല്ല പറ്റുന്ന പോലെ. ഓക്കെ, കാരണം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, കാരണം പ്ലേയേഴ്സിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഗൈസ് പുതിയൊരു എപ്പിക് പ്ലെയർ എല്ലാവർക്കും ഫ്രീ കിട്ടിയില്ലേ, അവൻ നൈസാട്ടോ. ഞാൻ അവനെ കൊണ്ട് ഡിവിഷൻ മാച്ചൊക്കെ കളിപ്പിച്ചായിരുന്നു, ചെക്കൻ കയറി അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, പുതിയതായിട്ട് എപ്പിക് കിട്ടിയൊരു പ്ലെയറില്ലേ നമ്മുടെ ഗൈസ്. അപ്പം ഞാനിതാ നമ്മുടെ റൊമിനിങ്ങിനെ തന്നെയാണ് എടുക്കുന്നത്, കാരണം റൊമിനിങ്ങിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ഫോമായിട്ടുള്ള കളിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. റൊമിനിങ്ങിൻ്റെ ഒരു കാർഡ് പൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുക്കാമെന്ന് വെച്ച് ഗൈസ്. അപ്പം ഞാനിതാ ഫസ്റ്റ് ട്രൈ ക്യാൻസൽ ചെയ്യുന്നു, സെക്കൻഡ് ട്രൈ ക്യാൻസൽ ചെയ്യുന്നു, തേർഡ് ട്രൈ ക്യാൻസൽ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യട്ടെ. ഓക്കെ, ഫോർത്ത് ട്രൈ ക്യാൻസൽ ചെയ്യുന്നു, ഫിഫ്ത്ത് ട്രൈ ക്യാൻസൽ ചെയ്യുന്നു, 6th ക്യാൻസൽ, 7 ക്യാൻസൽ. ഇന്നലെ ഒരു 3000 ഒരു പ്രോ 3000 കോയിനൊക്കെ ഇതിനു വേണ്ടി പൊട്ടിച്ചെന്ന് കേട്ടെ, പക്ഷെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയുക ഗൈസ്, ഉറപ്പായിട്ടും നമ്മുടെ അക്കൗണ്ടല്ല വേറൊരു ഇതാക്കിയിട്ട് 3000 ഒക്കെ കളഞ്ഞു പറഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ബേസാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം നമുക്കിവിടെ നമ്മുടെ കായ് ഹവാർട്സിനെ കിട്ടിയത് തൊട്ടടുത്തുള്ള പ്ലെയർ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ട്, അപ്പോൾ കണ്ടവരുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ ലീഗ പോർച്ചുഗലിലുള്ള ആരാണല്ലോ ഹൈറ്റ് മസ മൊറേറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു DMF പ്ലെയറിനാണ് കിട്ടിയത്. അപ്പോൾ ഗൈസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഈ ദിവസത്തെ വീഡിയോ ആണ് ഉറപ്പായിട്ടും എല്ലാവരും കണ്ട് അതുപോലെ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100 200 ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഗൈസ് ഞാൻ എന്താ പറയുക, നമ്മുടെ ആ പ്ലേയേഴ്സിനെ ഇങ്ങനെ റിലീസ് ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയാണ് 0 റേറ്റഡ് പ്ലേയേഴ്സ് ആക്കുന്നത് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പം അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എന്തായാലും ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ അപ്ഡേറ്റ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക കൊനാമിനെ കുറച്ചുകൂടെ ഈ ഫുട്ബോൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബോറായോന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഗൈസ് കുറേ പേര് പറഞ്ഞത്. കാരണം നിങ്ങൾക്കറിയാലോ കുറേ പേര് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുക പണ്ടത്തെ പെസ്സിലേക്ക് പോലെ സെലിബ്രേഷനല്ല, അവർ ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സംഭവമില്ലേ, അതൊക്കെ സെറ്റാണ്. പിന്നെ ഗൈസ് ഞാൻ 217 MB ആണെന്ന് തോന്നുന്നു, 217 MB കൊടുത്തിട്ട് നമ്മുടെ കമൻട്രി മാറ്റിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ആക്കിയിട്ടുണ്ട്. അത് കുറേ പേരൊക്കെ മുന്നേ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൊണാൾഡീനി ആയാലും പിന്നെ 2 പാക്ക് ഏതൊക്കെയോ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും മൈലീഗിലൊക്കെ പോയിട്ട് കളിക്കേണ്ടവർക്ക് ഉറപ്പായിട്ടും കളിക്കാം കേട്ടോ. 2 പ്ലെയർ ഏതൊക്കെയോ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കണ്ടായിരുന്നു റൊണാൾഡീനിയും പിന്നെ ഡിഡയും വന്നിട്ടുണ്ട്. നൈസ് കാർഡ്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക അങ്ങനെ പരീക്ഷിക്കേണ്ടവർക്ക് പരീക്ഷിക്കാം കേട്ടോ ഡിഡേ ഒക്കെ എങ്ങനെയുണ്ടെന്ന്. പക്ഷെ നമ്മുടെ എപ്പിക് പാക്കും അല്ല, കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ
ഗൈസ്. അപ്പം അതുപോലെ തന്നെ ലോഗിൻ ബോണസ് എല്ലാവർക്കും 100 കോയിൻ ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു 250 കോയിൻ എങ്ങാണ്ട് ഇപ്രാവശ്യം തന്നിട്ടുണ്ട് കൊനാമി. ഞാനത് ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടേ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എടാ ഞാൻ ജസ്റ്റ് മറ്റേ ഇത് കാണിച്ചു തരാം. നമ്മുടെ മൈ ലീഗിൽ വന്ന സംഭവങ്ങൾ ഫ്രീ ആണ് ഗൈസ്. അത് ഓൾറെഡി എന്താ പറയുക, കുറേ പേർക്കൊക്കെ നല്ല പോയിന്റ് ഉണ്ടാവും. എനിക്കിപ്പോൾ തന്നെ എൻ്റെ 0 ഇല്ല 1,13,800 പോയിന്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ എക്സ്ചേഞ്ച് പോയിന്റ് പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 നല്ല കാർഡുകളാണ് ഗൈസ്. ഒന്നാമത് റൊണാൾഡീനിയോ, പിന്നെ ഡിഡ ഉണ്ട്, പിന്നെ ഷിൻജി കക്കാവ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് എടുക്കാം. ഡിഡയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കീപ്പ് ചെയ്യുന്നൊരു പ്ലെയർ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ബ്രോ ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാവും കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ പാക്കിനനുസരിച്ചാകുമ്പോൾ മാനേജറും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രോ ഞാൻ കോൺട്രാക്റ്റിൽ പോകുന്നു. അതിനുശേഷം നമ്മുടെ ഇവിടെ സ്റ്റാൻഡേർഡ് പ്ലെയർ ലിസ്റ്റ് ചെയ്യുന്നു. കുറേ പേർക്ക് അറിയായിരിക്കും ഗൈസ് ഓവറോൾ റേറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മളുണ്ടോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം നിങ്ങളുടെ ഇവിടെ ചിലപ്പോൾ ഇതായിരിക്കില്ല, എന്താ പറയുക കണ്ടോ, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ സോർട്ടിൽ ഞെക്കിയിട്ട് പൊസിഷൻ ഞെക്കിയിട്ട് ഈ സൈഡിലുള്ള ആരോ മാർക്കില്ലേ അത് ഡൗൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടും 0 റേറ്റിലായിട്ടുള്ള ഇഷ്ടംമാതിരി പ്ലേയേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിനക്കിവിടെ ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ആർ ബി ആണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. ഇത്ര പണിയേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം പ്ലാനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് സെറ്റ് ചെയ്തോ. കാരണം നമ്മുടെ ട്രിക്ക് ഉപയോഗിച്ച് കുറേ പേർക്ക് കഴിഞ്ഞ ദിവസം മെസ്സി, നെയ്മർ, അതുപോലെ തന്നെ MSN പാക്ക് ഫുൾ അടക്കം എടുത്തിട്ടുണ്ട്. പിന്നെ റൊമീനിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ പിന്നെ മച്ചാൻ ഞാൻ പറഞ്ഞ പ്ലേയേഴ്സിൽ പോവാ. എന്നിട്ട് ആ പ്ലെയർ ഇല്ലടാ, നമ്മൾ ഗെയിം പ്ലാനിലിട്ട പ്ലെയർ ഉണ്ടാവുമല്ലോ ഗൈസ്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ ആ ഒരു വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ചെയ്തായിരുന്നു എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് കേട്ടോ. എന്നിട്ട് ഇവിടെ പോയിട്ട് നോക്കിയിട്ട് ആ ഒരു പ്ലെയറിനെ എന്താക്കുക ഇപ്പോൾ ജസ്റ്റ് ഗെയിം പ്ലാനിലുള്ള പോലെ കാണിക്കാട്ടോ. ഇതിലുള്ള പ്ലെയർ ഉണ്ടാവും, റിലീസ് ചെയ്യുക, എത്ര ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ലൈവ് ആയിട്ട് അതുപോലെ തന്നെ അടിപൊളി ട്രിക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ ഗൈസ്.